രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന് പറയുകയാണ് ബംഗാളി നടി ശ്രീലേഖ മിത്ര. ആരാണ്? സംസ്ഥാന ചലച്ചിത്ര കോർപ്പറേഷൻ ചെയർമാനാണ്. IFFKയിൽ ആക്രമിക്കപ്പെട്ട നടിയെ അതിജീവിത എന്ന കനപ്പെട്ട ശബ്ദത്തിൽ വിളിച്ച് കയ്യടി വാങ്ങിയ പുരോഗമന മുഖമൊക്കെ നമ്മൾ കണ്ടവരാണ്. ഒരു നടി ഉന്നയിക്കുന്ന ആരോപണമാണ്. അതിപ്പോൾ വന്ന വാർത്തയാണ്. ഞാൻ സജീഷിനോട് ചോദിക്കുന്നു, ആ സ്ഥാനത്തിരിക്കാൻ അയാൾ യോഗ്യനാണോ എന്ന് ചോദിക്കുന്നു. ഉറപ്പായും സജീഷ് ഈ സമയത്ത് മറുപടി പറയാൻ കഴിയില്ല. അത് നയപരമായ തീരുമാനമാണ്. സർക്കാർ അതിന് സജീഷിനെ കുറ്റപ്പെടുത്തേണ്ടതുമില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോഴും ഈ ദിവസം അത്രയും എന്തുകൊണ്ട് FIR ഉണ്ടാവുന്നില്ല എന്ന കനപ്പെട്ട ചോദ്യം അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുമ്പോഴും സജീഷല്ല, ഇന്ന് പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ പറയുന്നത് പഴയ വായ്ത്താരി തന്നെയാണ്. രാഹുൽ മങ്കൂട്ടത്തിൽ ഇനിയും പരാതി കൊണ്ടുവാ കേസെടുക്കാം എന്ന പാക്കേജിൽ നിൽക്കാൻ സർക്കാരിന് കഴിയുമോ ഇത്ര സമ്മർദ്ദങ്ങൾക്ക് നടുവിൽ? രാഹുൽ, ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയുടെ ചില വിചിത്രമായ വാദങ്ങൾ ഞാനിങ്ങനെ കേൾക്കുകയായിരുന്നു. ഇവരെല്ലാ വിഷയത്തിലും യാതൊരുവിധമായ ഉളുപ്പുമില്ലാതെ വ്യാജമായ ക്രെഡിറ്റുകൾ, അതാണ് ഇവരുടെ ആകെയുള്ളൊരു മാനദണ്ഡം. ഇവരിതുകൊണ്ടൊരു വല്ലാത്തൊരു പാരലൽ വേൾഡിലാണ് ഈ ഇടതുപക്ഷ പ്രവർത്തകർ, പ്രത്യേകിച്ച് CPMകാർ ജീവിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇവരിതിനെല്ലാം വ്യാജ ക്രെഡിറ്റ്. ഇപ്പോൾ പറഞ്ഞു കേട്ടില്ല, ഇന്ത്യയിലെ ചലച്ചിത്ര മേഖലയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടല്ലാതെ വേറെ ഇതുപോലെ ചലച്ചിത്ര മേഖലയെ ശുദ്ധീകരിക്കുവാൻ വേറെ എന്തെങ്കിലും നടപടി ഏതെങ്കിലും സർക്കാർ എടുത്തിട്ടുണ്ടോ? എന്തൊരു വലിയ നേട്ടമായിട്ട് പറയുക ശ്രീ ഹാഷ്മി, ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാനുള്ള സാഹചര്യം എന്താ? ഇന്ത്യ മഹാരാജ്യത്തെ 28 സംസ്ഥാനങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു പ്രമുഖ നടി, ഒരു പ്രമുഖനായ നടനാൽ, ഈ മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ അക്കാലഘട്ടത്തിൽ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നൊരു നടനാൽ ആക്രമിക്കപ്പെട്ടൊരു പശ്ചാത്തലം, അയാളുടെ ആഹ്വാനപ്രകാരം ലൈംഗിക അതിക്രമത്തിന് വിധേയമാകേണ്ടി വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം, ഒരു ആരോപണം, ഒരു കേസ്, അത് ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ടോ? അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിൽ ശ്രീ PT തോമസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് വന്നെടുത്ത ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിൽ, മാധ്യമങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, കേരളീയ പൊതുജനങ്ങളുടെ ഒരു പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു പൊതു മനസാക്ഷിയുടെ അടിസ്ഥാനത്തിൽ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഹേമ കമ്മിറ്റി. അതിനകത്തൊന്നും സംസ്ഥാന സർക്കാർ ക്രെഡിറ്റ് എടുക്കാൻ നോക്കല്ലേ. സംസ്ഥാന സർക്കാരിന് ക്രെഡിറ്റ് എടുക്കാമായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏതെല്ലാം കാര്യങ്ങളാണ് നടപ്പാക്കിയത് എന്ന ആർജവത്തോടു കൂടി ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ ലാവ്ലിൻ കേസിനെ ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ന്യായീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതവരുടെ പാർട്ടിപരമായിട്ടുള്ള ബാധ്യതയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തെ പരാമർശങ്ങളെ പോലും നിങ്ങൾക്ക് ന്യായീകരിക്കേണ്ടി വരുന്നത്, അമ്മ സംഘടനയുടെ ആ വക്താക്കന്മാരെ നിങ്ങൾക്ക് ഇരിക്കേണ്ടി വരുന്നതിൻ്റെ എല്ലാം കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുകളിൽ നിങ്ങൾ ഒരു ആക്ടും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ജനങ്ങൾക്ക് വലിയ സംശയമുണ്ട് ഈ സംസ്ഥാന സർക്കാരിനെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ 5 വർഷക്കാലമായി അത്തിമരത്തിൽ നത്തിരിക്കുന്നതിനേക്കാൾ നിസ്സംഗതയോടുകൂടി സംസ്ഥാന സർക്കാർ ഇതിൻ്റെ പുറത്ത് അടയിരുന്നത് എന്ന സംശയം പൊതുജനങ്ങൾക്കുള്ളപ്പോഴാണ് പുതിയ ആരോപണങ്ങൾ വരുന്നത്. ഇടതുപക്ഷത്തിൻ്റെ അനുഭാവിയും കോഴിക്കോട് നോർത്തിൽ ഇവർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടിരുന്നയാളും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം പാർട്ടി ഒരാൾക്ക് കൊടുത്ത വ്യക്തിയുമായിട്ടുള്ള ശ്രീ രഞ്ജിത്ത്, ഞാൻ ആരോപണത്തിൻ്റെ മെറിറ്റ് എനിക്കറിയില്ല, എന്നിരുന്നാലും ആരോപണം വരികയാണ്. ഏത് സിനിമയെ പറ്റിയിട്ടാണ് ശ്രീ ഹാഷ്മി? താങ്കൾ പാലേരി മാണിക്യ സിനിമ കണ്ടതാണോ? പാലേരി മാണിക്യ സിനിമയ്ക്കകത്ത് ശ്രീ രഞ്ജിത്ത് പറയാൻ ശ്രമിച്ച കഥ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള സന്ദേശമാണ്. അതിൻ്റെ സംവിധായകൻ തന്നെ മുരിക്കുംകുന്നത്ത് അഹമ്മദ് ഹാജിയായി മാറി എന്ന പരാതി ഒരു നടി വരികയാണ്. ആ കേസ് അന്വേഷിക്കണ്ടേ? അതിൻ്റെ മെറിറ്റ് അന്വേഷിക്കണ്ടേ? സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരായിട്ടാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പരാമർശമുള്ള ഒരാൾ ആരാണ്? ആത്മ എന്ന് പറയുന്ന സംഘടന. ശ്രീലേഖ മിത്ര പറയുന്നു, ഇത്തരത്തിൽ കേരളത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആ കറുത്ത രാത്രിയാണ് ഓർമ്മ വരുന്നത്, എനിക്ക് പേടി ഇപ്പോഴുമുണ്ട്. രാവിലെ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ ട്രോമ അവരുടെ മുഖത്ത് വളരെ വ്യക്തമാണ്. ആ ട്രോമ ഉണ്ടെങ്കിലും ഈ വെളിപ്പെടുത്തലുണ്ടെങ്കിലും സർക്കാർ ഉടനെ പറയാൻ പോകുന്നത് എന്താ അറിയോ? പരാതി കൊണ്ടുവരട്ടെ, കേസെടുക്കാം. ഈ പരാതി ഇപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള, ഇപ്പം സൗമ്യയുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിച്ചിട്ടാണല്ലോ ഗോവിന്ദച്ചാമിക്കെതിരായിട്ട് കേസെടുത്തത്. സൗമ്യയുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങിച്ചിട്ടാണല്ലോ ഗോവിന്ദച്ചാമിക്കെതിരായിട്ട് കേസെടുത്തത്. നിർഭയയുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങിച്ചിട്ടാണല്ലോ ഈ ഡൽഹിയിലെ ഗാങ് റേപ്പിൻ്റെ ആ പ്രതികൾക്കെതിരായിട്ട് കേസെടുത്തത്, ഈ രാജ്യം പ്രോസിക്യൂട്ട് ചെയ്തത്. അപ്പൊ അതൊക്കെ ഇവർ പറയുന്ന തൊടിനങ്ങളെ പോട്ടെ. ബലാത്സംഗത്തിനിടെ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പരാതിയില്ല, ആ കുട്ടിക്ക് പരാതി കൊടുക്കാൻ കഴിയില്ല ഈ ലോകത്തില്ല. ആ കുട്ടിയുടെ അച്ഛന്റെ പരാതിയിൽ, അമ്മയുടെ പരാതിയിൽ ഒന്നുമല്ല കേസെടുത്തത്. അവിടെ ഒന്നും പരാതി ഇല്ലായിരുന്നു കേട്ടോ രാഹുൽ. അല്ല ശ്രീ ഹാഷ്മി, പഴയ IPC ആയാലും പുതിയ ന്യായ സംഹിത ആയാലും ഇതിനകത്തൊക്കെ പറയുന്ന 0 FIR എന്ന് പറയുന്നൊരു ക്ലോസ് ഉണ്ട്.
ലളിതകുമാരി കേസിനകത്തൂടെ വളരെ കൃത്യമായി ഒരു വെർഡിക്റ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് പ്ലേസ് ഓഫ് ഒക്കറൻസ് പോലും വിഷയമല്ല പരാതി എടുക്കാൻ, FIR രജിസ്റ്റർ ചെയ്യാൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പോകട്ടെ, വാക്കാലുള്ള പരാതി പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുത്താൽ മാത്രമേ ഇവർ സ്വീകരിക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു അതിജീവിത പരാതിയുമായി വന്നിരിക്കുന്നു, ഇവർ കേസെടുക്കട്ടെ. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഒരു കമ്മീഷന് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ, കമ്മീഷനിൽ വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇവർ കേസെടുക്കാത്ത സർക്കാരാണോ? സോളാർ കേസിനകത്ത് അതിനകത്തെ പരാതിക്കാരി ഉന്നയിച്ച ഒരു കാരണവശാലും നിലനിൽക്കാത്ത ഒരുപിടി കേസുകൾ, ഒരുപിടി ആരോപണങ്ങൾ കോടതിയുടെ വരാന്തയിൽ പോയിട്ട് കോടതിയുടെ പാർക്കിംഗ് ഏരിയയിൽ പോലും നിലനിൽക്കാത്ത കേസ്, ആ കേസിന്റെ പേരിൽ ലൈംഗിക കുറ്റങ്ങൾ ചുമത്തിയിട്ട് കേസെടുത്തിട്ടുള്ള ആളുകളല്ലേ ഈ സർക്കാർ? ഒരു മുൻ മുഖ്യമന്ത്രിക്കെതിരായിട്ട് നിരവധി ജനപ്രതിനിധികൾക്കെതിരായിട്ട് കേസെടുത്തിട്ടുള്ള സർക്കാരല്ലേ ഈ സർക്കാർ? ആ സർക്കാരിന് എന്താണെന്നേ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ആരെയും അവർ സംരക്ഷിക്കേണ്ടത്? സംരക്ഷിക്കേണ്ട ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാലേരി മാണിക്യത്തിന്റെ സംവിധായകന്റെ രാഷ്ട്രീയ പശ്ചാത്തലം, ആത്മ എന്ന് പറയുന്ന സംഘടനയെ പറ്റി കൃത്യമായി പരാമർശം വരുന്നു. ആരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്ന ആത്മയുടെ പ്രസിഡന്റ്? അത് ഈ സംസ്ഥാനത്തിന്റെ മന്ത്രിയാണെന്നേ. ഈ സംസ്ഥാനത്തിന്റെ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന മന്ത്രിസഭയിലെ മന്ത്രിയായ ശ്രീ ഗണേഷ് കുമാറിനെതിരായിട്ട് ലൈംഗിക അതിക്രമമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് അവസരങ്ങൾ നിഷേധിച്ചു, പവർ ഗ്രൂപ്പിന്റെ ഭാഗമായി എന്നുള്ള പരാമർശമുള്ള ആത്മയുടെ പ്രസിഡന്റ് ശ്രീ KB ഗണേഷ് കുമാറാ. എന്താ നടപടി? ഇനി ചോദിച്ചോട്ടെ, അതെല്ലാം വിട്ടേരെ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തെ ഇവർ ഇത്ര ഗ്രാവിറ്റി കുറവായിട്ടാണ് എടുക്കുന്നത്. പോട്ടെ, ഞാൻ ചോദിച്ചോട്ടെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഡിസൈൻഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? രാജ്യദ്രോഹ കേസല്ലേ? രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായി ചില സംവിധായകരുടെ സെറ്റിനകത്ത് ഇതിന്റെ വിപണനമുണ്ട്, ഇതിന്റെ ഉപഭോഗമുണ്ട് എന്ന് വളരെ കൃത്യമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുമ്പോൾ അതിന്മേൽ ഏതെങ്കിലും കേസ്, അതിന്മേൽ ഒരൊറ്റ റെയ്ഡ് കേരളത്തിൽ ഏതെങ്കിലും മലയാള സിനിമാ സെറ്റിലേക്ക് നടന്നതായിട്ട് ശ്രീ ഹാഷ്മിയുടെ വാർത്താ അവതരണ പാരമ്പര്യത്തിൽ, ചരിത്രത്തിൽ ഒരു ഉദാഹരണം പറയാൻ കഴിയുമോ? ഇവരെന്ത് നടപടിയെടുത്തത്? ഞാൻ ചോദിച്ചോട്ടെ, ഈ നാട്ടിലെ MDMA കേസുകളെല്ലാം രജിസ്റ്റർ ചെയ്യുന്നത് ആരെങ്കിലും രാവിലെ എക്സൈസ് ഓഫീസിൽ ചെന്ന് ഒരു പരാതി എഴുതി തയ്യാറാക്കി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ നാട്ടിൽ MDMAക്കെതിരായിട്ടുള്ള കേസുകൾ എടുക്കുന്നത്, ഡിസൈൻഡ് ഡ്രഗ്സിനെതിരായിട്ടുള്ള കേസുകൾ എടുക്കുന്നത്? പിന്നെ ഇപ്പോൾ പോലും ആ നടി ആക്രമിക്കപ്പെട്ട കേസിനകത്ത് സർക്കാർ എന്തൊക്കെയോ അങ്ങ് മലമറിച്ചു എന്ന തരത്തിലൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു. ശ്രീ ഇടതുപക്ഷത്തിന്റെ പ്രതിയോട് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്, ബഹുമാന്യനായ പ്രതിനിധി, അങ്ങയുടെ സംസ്ഥാന സർക്കാരിൽ ഒരു മന്ത്രിയുടെ സ്റ്റാഫിനെയാണ് ആ പ്രമുഖ നടിയുടെ കേസിനകത്ത് മൊഴി മാറ്റാൻ വേണ്ടി സ്വാധീനം ചെലുത്തുവാൻ ശ്രമിച്ചതിന്റെ പേരിൽ പുറത്താക്കിയത് അങ്ങയുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ സ്റ്റാഫിനെയാണ്, വേറൊരു മന്ത്രിസഭയുടെ അല്ല. ഇനിയും ആ പ്രമുഖനായ നടന് ജയിലിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്ന് റിട്ടയർമെന്റിന് ശേഷം ഒരു ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞത് ആ കാലഘട്ടത്തിലെ ജയിൽ DGP ആണ്. ആ പ്രമുഖയായ നടി, ഞാനതിൻ്റെ ഒരു പൊളിറ്റിക്സിലേക്ക് വരികയല്ല, ആ പ്രമുഖ നടി അവരുടെ സംസാരത്തിലുടനീളം അവരതിന് ശേഷവുമൊക്കെ അവർക്ക് നന്ദിയോടുകൂടി സ്മരിക്കുന്ന ഒരു പേര് ശ്രീ PT തോമസിനെ മാത്രം. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ബെനിഫിറ്റിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ശ്രീ PT തോമസിനെ പോലെ ആളിലായിരുന്നെങ്കിൽ ആ കേസും നിങ്ങൾ എങ്ങും എത്തിക്കില്ലായിരുന്നു. ഹേമ കമ്മിറ്റി ശരിയാണ്. PT തോമസിന്റെ ഇടപെടലൊന്നും അതിനകത്ത് മറച്ചു വെക്കാൻ കഴിയില്ല, നമുക്കത് മറന്നു പോകാനും കഴിയില്ല. നടപടി ഉണ്ടാകുന്നില്ല.